ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് ഏരിയ അഥവാ പരപ്പളവായിരുന്നു. പിക്ചേഴ്സിലെ ക്ലാസ്സുകളെല്ലാം അതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് മാഷ് കരുതുകയാണ്. ഈ സമയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷനാണ്. പ്രധാന ആശയങ്ങളെല്ലാം വരാവുന്ന പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് ആ പാഠഭാഗത്തെ നമ്മളൊന്ന് റിവിഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ അതിന് മാഷ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ 17, 18, 19 ക്വാർട്ടർലി എക്സാമിന്റെ ചോദ്യ പേപ്പറുകളിൽ വന്നിട്ടുള്ള ഈ പാഠഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. അതിനൊപ്പം തന്നെ ആ ചാപ്റ്ററിലെ ഹാട്ട്സ്പോട്ടുകളാകാവുന്ന നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പോർഷൻസും ഈ ചോദ്യങ്ങളിൽ മാഷ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന്റെ റിവിഷനിലൂടെ തന്നെ ഈ ചാപ്റ്റർ മൊത്തത്തിൽ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനാണ് മാഷ് ശ്രദ്ധിക്കുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആശയം നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ചത് ബിസിക്ക് സമാന്തരമായിട്ടൊരു വരയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. BC പാദമായിട്ട് ബേസായിട്ട് നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയായിരിക്കും ഇവിടെ ഈ BCക്ക് പാരലായി നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈനിൽ എവിടെയെങ്കിലും നമ്മൾ മൂന്നാമത്തെ വെർട്ടിസ് ആയിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെയും ഏരിയ ട്രയാങ്കിൾ ABCയുടെ ഏരിയ തന്നെയായിരിക്കും. ഇവിടെ നിന്ന് മാറി നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് വിചാരിക്കുക. ട്രയാങ്കിൾ BCD ആണെന്ന് കരുതുക. ട്രയാങ്കിൾ BCDയുടെയും ഏരിയ എന്ത് തന്നെയായിരിക്കും? നമ്മുടെ ട്രയാങ്കിൾ ABCയുടെ ഏരിയ തന്നെയായിരിക്കും. നമുക്കറിയാം മാറ്റമുണ്ടാവുകയില്ല. കാരണം ഏത് ട്രയാങ്കിളിന്റെയും ഏരിയ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് BC ഇൻറ്റു ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്താണ്? H ആണ്. ഹാഫ് ഇൻറ്റു BC ഇൻറ്റു H. അതുപോലെ തന്നെ ട്രയാങ്കിൾ BCDയുടെ ഏരിയ നമുക്ക് എന്ത് തന്നെ എഴുതാം? ഹാഫ് ഇൻറ്റു ബേസിന് മാറ്റമില്ല. ബേസ് എന്ത് തന്നെയാണ്? BC ഇൻറ്റു ഈ ട്രയാങ്കിളിന്റെയും ഹൈറ്റ് എന്ത് തന്നെയായിരിക്കും? രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ട്രയാങ്കിളിന്റെ നമ്മുടെ ട്രയാങ്കിൾ ABCയുടെ ഹൈറ്റും ട്രയാങ്കിൾ BDCയുടെ ഹൈറ്റിനും മാറ്റമില്ല. H തന്നെയാണ്. therefore ഹാഫ് ഇൻറ്റു BC ഇൻറ്റു H തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ആശയം പഠിച്ചിരിക്കുന്നു. എന്താണ് ആശയം? All triangles with the same base and area have their third vertices on a line parallel to the base. Conversely, all triangles with the same base and the third vertex on a line parallel to the base have the same area. അതായത് ഒരേ പാദവും പരപ്പളവുമുള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. തിരിച്ചു പറയാം, ഒരേ പാദവും മൂന്നാം മൂലകളെല്ലാം പാദത്തിന് സമാന്തരവുമായ വരയിലുള്ള ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആശയം. ഇതിന് തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം എങ്ങനെ നിർമ്മിക്കാം? ഒരു ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ഏരിയയുള്ള ഒരു ട്രയാങ്കിളിന്റെ ഫോർമേഷൻ നമ്മൾ ഇതിന് തുടർച്ചയായിട്ട് പഠിക്കുന്നു. എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ചതുർഭുജം എന്ന് കരുതുക. ഈ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നമുക്ക് നിർമ്മിക്കണം. നമ്മൾ അതിന് എന്ത് ചെയ്തിരുന്നു? ആദ്യം നമ്മൾ അതിന്റെ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഡയഗണലിന്റെ പാരലൽ ആയിക്കൊണ്ട് ഈ വെർട്ടിസസിന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈന് പാരലൽ ആയിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈൻ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ക്വാഡ്രിലേറ്ററൽ ABCD ആണെങ്കിൽ ABCD എന്ന ക്വാഡ്രിലേറ്ററിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ ആയിരിക്കും ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ADE. എന്തായിരിക്കും അതിന്റെ കാരണം? നോക്കാം. നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു
രണ്ട് പാരലൽ ലൈൻസിനിടയിൽ ഒരേ ബേസ് ആയിക്കൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾസിനെല്ലാം ഈക്വൽ ഏരിയ ആയിരിക്കും. ഇവിടെ നമ്മൾ രണ്ട് പാരലൽ ബി ഡിക്ക് പാരലായിട്ടാണ് സി വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ബി ഡി സിയുടെ ഏരിയ തന്നെയായിരിക്കും ട്രയാങ്കിൾ ബി ഡി ഇയുടെ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് പകരം അതേ ഏരിയ തന്നെയുള്ള ട്രയാങ്കിൾ ബി ഡി ഇ ഈ ട്രയാങ്കിളിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? വലിയൊരു ട്രയാങ്കിൾ ലഭിക്കുന്നു. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ക്വാഡ്രിലേറ്ററിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ ഈ പാഠഭാഗത്ത് കാണുന്ന രണ്ടാമത്തെ ആശയം. ഇനി നമ്മൾ കാണുന്നത് അത് മൂന്നാമത്തെ ആശയമായിട്ട് കാണുന്നു. ഒരു ചതുർഭുജത്തിന് പകരം ഒരു പെന്റഗൺ, ഒരു പഞ്ചഭുജത്തിന്റെ ഈക്വൽ ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ. ഇതാണ് നമ്മുടെ പെന്റഗൺ എന്ന് കരുതുക. 5 വശങ്ങളുള്ള ഈ പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണം നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ ഇത് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നു. ഈ വരയ്ക്ക് സമാന്തരമായിക്കൊണ്ട് ഈ വെർട്ടിസസിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ ഈ ലൈൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നമുക്ക് ആദ്യം കൂടി ഉണ്ടായിരുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. കാരണം രണ്ട് പാരലൽ ലൈൻസിനിടയിൽ ഒരേ ബേസ് ആയിക്കൊണ്ട് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസിനെല്ലാം എന്തായിരിക്കും? ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഏരിയക്ക് പകരം നമ്മൾ ഈ ഏരിയ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പെന്റഗൺ 1, 2, 3, 4 വശങ്ങളുള്ള ഒരു ചതുർഭുജമായി മാറി. ഇനി അതിനെ വീണ്ടും ത്രികോണമായി മാറ്റാൻ നമ്മൾ ഇവിടെ ഒരു ഡയഗണൽ കൂടി വരയ്ക്കുന്നു. ഈ ഡയഗണലിനെ പാരലൽ ആയിക്കൊണ്ട് ഒരു ലൈൻ വരച്ചു. ഇനി ഇവിടെ ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ ഈ ത്രികോണത്തിന്റെ കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമുക്ക് തന്നിരുന്ന പഞ്ചഭുജത്തിന്റെ പെന്റഗണിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ ആണ് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ എ ബി സി. കാരണം ഈ ഭാഗത്തിന്റെ ഏരിയ ഏതിന് ഈക്വലാണ്? നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയക്ക് ഈക്വലാണ്. ഈ ഭാഗത്തിന്റെ ഏരിയ നമ്മൾ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ ത്രികോണത്തിന്റെ ഏരിയക്ക് തുല്യമാണ്. അപ്പോൾ 5 വശങ്ങളായിരുന്ന പഞ്ചഭുജത്തിനെ നമ്മൾ തുല്യ പരപ്പളവുള്ള ത്രികോണമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒരേ പാദമായി രണ്ട് സമാന്തര വരകൾക്കിടയിൽ വരുന്ന എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചു എങ്ങനെ ഒരു ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കാം. മൂന്നാമതായി നമ്മൾ പഠിക്കുന്നു ഒരു പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, ഏരിയ ഓഫ് റെക്ടാംഗിൾ ABCD in the figure is 36 square centimeter. What is the area of triangle ABP? Triangle rectangle ABCD ABCDയുടെ ഏരിയ അഥവാ പരപ്പളവ് 36 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. നമുക്ക് ത്രികോണം ABPയുടെ പരപ്പളവ് കാണണം. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമുക്ക് തന്നിട്ടുള്ളത് ഈ റെക്ടാംഗിൾ ABCDയുടെ പരപ്പളവ് 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് കാണേണ്ടത് ത്രികോണം ABPയുടെ പരപ്പളവ് കാണണം. നമുക്കറിയാം ഈ ചതുർഭുജത്തിന്റെ പരപ്പളവ് 36 ആണ്. ഇങ്ങനെ ഒരു ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനെ ഈ റെക്ടാംഗിളിനെ നമ്മൾ വരച്ച ഡയഗ്രം രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് വിഭജിക്കുന്നു. ഈക്വൽ ഏരിയയുള്ള രണ്ട് ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. അപ്പോൾ ഈ ഒരു ത്രികോണത്തിന്റെ ഏരിയ എത്രയായിരിക്കും? 36ന്റെ പകുതിയായിരിക്കും, 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും.
ഈ ഒരു പകുതിയുടെയും ഏരിയ എത്ര തന്നെയായിരിക്കും? 18 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. പക്ഷെ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ ത്രികോണത്തിന്റെ ഏരിയ അല്ല, ത്രികോണം എ ബി പി യുടെ ഏരിയ. ഈ 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഈ ത്രികോണവും നമുക്കറിയാത്ത ത്രികോണം എ ബി പി യുടെ ഏരിയയും തമ്മിൽ വല്ല ബന്ധമുണ്ടായിരിക്കുമോ? നമുക്കറിയാം രണ്ട് ത്രികോണങ്ങളുടെ ഏരിയയും തുല്യമായിരിക്കും. കാരണം എ ബി എന്ന വശം പാദമായിട്ട് വരുന്ന ത്രികോണം എ ബി പിയും ത്രികോണം എ ബി സിയും ഒരേ പരപ്പളവായിരിക്കും. കാരണം ഇവയുടെ ഈ മൂന്നാമത്തെ വെർട്ടിസസ് കിടക്കുന്നത് ഒരു സമാന്തര വരയിലാണ്. ഈ സമാന്തര വരയിൽ എവിടെ വെർട്ടിസസ് ഉണ്ടായാലും ഉണ്ടാകുന്ന ത്രികോണങ്ങളുടെ എല്ലാ പരപ്പളവുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ത്രികോണം 18 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവായതുകൊണ്ട് ത്രികോണം എ ബി പിയുടെ പരപ്പളവും എത്ര തന്നെയായിരിക്കും? 18 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. In the figure, AB is parallel to CD. If AB equal to 5 centimeter, AC equal to 4 centimeter, and angle CAB equal to 90 degree, calculate the area of triangle ABC. How much is the area of triangle ABD? ചോദ്യം എഴുതാം. നമുക്ക് ചോദ്യം നോക്കാം. നമുക്ക് തന്നിരിക്കുന്നു എ ബി ഇസ് പാരലൽ ടു സി ഡി. എ ബി എന്നുള്ള വരയും സി ഡി എന്നുള്ള വരയും പാരലൽ ആണ്. എ ബിയുടെ നീളം 5 സെന്റിമീറ്റർ ആണ്. എ സിയുടെ നീളം 4 സെന്റിമീറ്റർ ആണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. നമുക്ക് കാണേണ്ടത് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കാണാം. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കാണാം. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് 5 ആണ്. എച്ച് 4 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇനി എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് എത്രയാണ്? ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് എത്രയാണ്? എത്ര തന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. എന്തായിരിക്കും കാരണം? ഇവിടെ എ ബി പാദമായിട്ട് പാദത്തിന് സമാന്തരമായി വരയ്ക്കുന്ന ഒരു വരയാണ് സി ഡി. അതുകൊണ്ട് തന്നെ സി ഡിയിൽ നമ്മൾ എവിടെ വെർട്ടിസസുകൾ എടുത്താലും മൂന്നാമത്തെ മൂല ഈ സമാന്തര വരയിൽ എവിടെയായിട്ട് എടുത്താലും ഉണ്ടാകുന്ന ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 10 സെന്റിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ഈ ത്രികോണം എ ബി ഡിയുടെ പരപ്പളവും എത്ര തന്നെയായിരിക്കും? 10 ചതുരശ്ര സെന്റിമീറ്റർ തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Draw triangle having sides 5, 6 and 7 centimeter. Draw an isosceles triangle of the same area and having one side 7 centimeter. വശങ്ങളുടെ നീളങ്ങൾ 5, 6, 7 സെന്റിമീറ്റർ ഉള്ള ഒരു ത്രികോണം വരയ്ക്കണം. ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം നമുക്ക് നിർമ്മിക്കണം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കണം. 7 സെന്റിമീറ്ററിൽ വരച്ചിരിക്കുന്നു. ഇനി 5ലും 6ലും നമ്മൾ ആർക്കുകൾ ഇട്ടിരിക്കുന്നു. 5 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ത്രികോണം. ഇനി നമുക്ക് ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 7 സെന്റിമീറ്റർ ഉള്ള നമ്മുടെ പാദത്തിന് സമാന്തരമായിക്കൊണ്ട് ഈ മൂന്നാമത്തെ വെർട്ടിസസ് നമ്മളൊരു സമാന്തര വര വരയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ മധ്യലംബം വരയ്ക്കുക. മധ്യലംബം വരയ്ക്കാൻ നമുക്കറിയാം. സർപ്പിളിലെ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുക? പകുതിയേക്കാളേറെ കോമ്പസിൽ നീളങ്ങൾ എടുത്ത് ആർക്കുകൾ വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഈ വരയുടെ മധ്യലംബം കിട്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വെർട്ടിസസിന്റെ ഉണ്ടാകേണ്ട സ്ഥലം. ഇവിടെ നിന്നും ഈ രണ്ട് വെർട്ടിസുകളിൽ നിന്നും ഇവിടേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള സമപാർശ്വ ത്രികോണം ഈ ട്രയാങ്കിൾ എ ബി സി ആണ്. ഇതേ ചോദ്യം തന്നെ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, ആംഗിൾ ബി ഓർ ആംഗിൾ എ ബി സി 90 ഡിഗ്രി ആവുന്ന രീതിയിൽ ഒരു മട്ട ത്രികോണം വരയ്ക്കണം.
ഇതേ ചോദ്യം തന്നെ നമ്മളോട് മാറ്റി ചോദിക്കാവുന്നതാണ്. 5-6 സെന്റിമീറ്റർ അളവിലുള്ള ഒരു ത്രികോണം വരയ്ക്കുക. ആ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ഒരു ത്രികോണം ആംഗിൾ ബി 90 ഡിഗ്രി ആവുന്ന രീതിയിൽ വരയ്ക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇനി വരയ്ക്കുക? ആദ്യം തന്നെ നമ്മൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ 90 ഡിഗ്രി എടുക്കണം. ഈ ട്രയാങ്കിൾ ആണ് അവര് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ. ആംഗിൾ ബി 90 ഡിഗ്രി ആവുന്ന രീതിയിലുള്ള മട്ടത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ചിലപ്പോൾ അതിന് പകരം നമ്മളോട് പറയും ഒരു വശം 7 സെന്റിമീറ്റർ, അടുത്ത വശം 8 സെന്റിമീറ്റർ ആയി ഇതേപോലെ തന്നെ ആദ്യത്തെ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ വശം 7 സെന്റിമീറ്റർ തന്നെ, അടുത്ത വശം എത്രയായിരിക്കണം എന്ന് പറഞ്ഞത്? അടുത്ത വശം 8 സെന്റിമീറ്റർ ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നും 8 സെന്റിമീറ്റർ അളക്കുക. ഈ ത്രികോണമാണ് അവർ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ത്രികോണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന, സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തന്നിട്ടുള്ള അളവിൽ ത്രികോണം വരയ്ക്കുക. ആ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ മട്ട ത്രികോണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വശങ്ങളുടെ അളവുകൾ തന്നുകൊണ്ട് ത്രികോണങ്ങൾ വരയ്ക്കുക എന്നുള്ള ഒരു ചോദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡ്രോ ദി ക്വാഡ്രിലേറ്റർ വിത്ത് ഗിവൺ മെഷേഴ്സ്. തന്നിട്ടുള്ള അളവിൽ ചതുർഭുജം വരയ്ക്കണം. അതിനുശേഷം ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ ദാറ്റ് ഓഫ് ദി ക്വാഡ്രിലേറ്റർ. ആ ക്വാഡ്രിലേറ്ററിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. ഇനി നമുക്ക് ചതുർഭുജം വരയ്ക്കാൻ നോക്കാം. ആ ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കണം. അതാണ് നമ്മുടെ ചോദ്യം. ആദ്യം തന്നെ നമുക്ക് ആ ക്വാഡ്രിലേറ്റർ വരയ്ക്കാം. 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആർക്ക് ഇട്ടിരിക്കുന്നു. 6 ഇവിടെ നിന്നും 7 സെന്റിമീറ്റർ ആർക്ക് ഇട്ടു. 7 സെന്റിമീറ്റർ ഇവിടെ നിന്നും 5 സെന്റിമീറ്ററിൽ ഇവിടുന്ന് 4 സെന്റിമീറ്ററിൽ മാർക്ക് ഇട്ടു. ഇതാണ് നമ്മളോട് ആദ്യം വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ക്വാഡ്രിലേറ്റർ. ഇനി നമുക്ക് ഇതിന് തുല്യ പരപ്പളവുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കണം. നമുക്ക് ഓർമ്മയുണ്ട്, മാഷ് അത് പറഞ്ഞതാണ്. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു ഡയഗണൽ വരയ്ക്കാൻ. ഇവിടെ ഡയഗണൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഡയഗണലിന് പാരലൽ ആയിക്കൊണ്ട് ഈ വെർട്ടിസസ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് വരച്ച് മുട്ടിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഇവിടെ നമ്മൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും കാരണം? ഈ ട്രയാങ്കിളിന്റെ ഏരിയയും തുല്യമാകാനുള്ള കാരണം എന്താണ്? ഇവയുടെ ബേസ് തുല്യമാണ്. അതിന്റെ മൂന്നാമത്തെ വെർട്ടിസസ് പാദത്തിന് സമാന്തരമായിട്ടുള്ള ഒരു വരയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൂട്ടിച്ചേർത്തിരിക്കുന്ന ത്രികോണത്തിന്റെ പരപ്പളവും ഈ കാണുന്ന ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമാണ്. ഇപ്പോൾ നമ്മുടെ ക്വാഡ്രിലേറ്ററിന്റെ ഏരിയ നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ABC-യുടെ പരപ്പളവിന് തുല്യമാണ്. ചിലപ്പോൾ ഇതിന്റെ തുടർച്ചയായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇവിടെ എത്രയാണ്? ബേസ് ഇവിടെ നിന്നും ഇവിടേക്കുള്ള നീളം അളക്കണം. BC-യുടെ നീളം അളക്കുക ഇൻറ്റു ഹൈറ്റ്. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കാണുക. ഇങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡ്രോ എ പെന്റഗൺ, റെഗുലർ പെന്റഗൺ ഹാവിംഗ് സൈഡ് 4 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ. വശങ്ങളുടെ അളവ് 4 സെന്റിമീറ്റർ ആയ ഒരു റെഗുലർ പെന്റഗൺ വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണം. ആദ്യം തന്നെ നമുക്ക് റെഗുലർ പെന്റഗൺ വരയ്ക്കാം. റെഗുലർ പെന്റഗന്റെ വശങ്ങളെല്ലാം 4 സെന്റിമീറ്റർ ആണ്. ആംഗിൾസ് എത്രയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു റെഗുലർ പെന്റഗന്റെ എല്ലാ ആംഗിൾസും എത്ര വീതമായിരിക്കും? 108 വീതമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റെഗുലർ പെന്റഗൺ വരയ്ക്കണം. നമ്മൾ 8ാം ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട്. 108 ഡിഗ്രി അളന്നു. ഇത് 4 സെന്റിമീറ്റർ തന്നെ. 108 ഡിഗ്രി 4 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ റെഗുലർ പെന്റഗൺ. ഇനി റെഗുലർ പെന്റഗന്റെ അതേ ഏരിയയുള്ള നമുക്ക് എന്തുണ്ടാക്കണം? ട്രയാങ്കിൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഡയഗണൽ വരയ്ക്കുന്നു. ഈ ഡയഗണലിനെ പാരലൽ ആയിക്കൊണ്ട് വരച്ചു.
ഇനി ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ വര ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഈ ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള പോർഷൻ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങേ വശത്തും എന്ത് വരയ്ക്കണം? ഡയഗണൽ വരയ്ക്കുക. ഈ ഡയഗണലിന്റെ പാരലൽ ആയിക്കൊണ്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിങ്ങനെ വരച്ച് മുട്ടിച്ചു. ഈ ട്രയാങ്കിൾ ആണ് ഈ ട്രയാങ്കിൾ ഈക്വൽ ഏരിയയുള്ള ഭാഗം. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ABC-യുടെ പരപ്പളവും നമുക്ക് തന്നിരുന്ന റെഗുലർ പെന്റഗന്റെ പരപ്പളവും തുല്യമായിരിക്കും. കാരണം ഈ ഒരു ഭാഗത്തിന്റെ പരപ്പളവ് ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് തുല്യമാണ്. അതുപോലെ തന്നെ ഇവിടെയും ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ഈ നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ പരപ്പളവിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ റെഗുലർ പെന്റഗൺ ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. തന്നിട്ടുള്ള ചിത്രത്തിലെ ട്രയാങ്കിൾ ABD-യുടെ ഏരിയ 30 ആണ്. ട്രയാങ്കിൾ ABD-യുടെ ഏരിയ 30 ആണ്. ട്രയാങ്കിൾ BDC-യുടെ ഏരിയ 29 ആണ്. ട്രയാങ്കിൾ BDC-യുടെ ഏരിയ 29 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം ഏരിയ ഓഫ് കോർഡിലേറ്ററൽ ABCD. ഈ കോർഡിലേറ്ററൽ ABCD-യുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് ത്രികോണങ്ങളുടെ ഏരിയകളുടെ തുകയായിരിക്കും. ഈ ട്രയാങ്കിൾ ഏരിയ 30 ആണ്. ഈ ട്രയാങ്കിൾ ഏരിയ 29 ആണ്. അതുകൊണ്ട് തന്നെ ചതുർഭുജം ABCD-യുടെ ഏരിയ എന്തായിരിക്കും? 30 + 29 59 ആയിരിക്കും. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ത്രികോണം BED-യുടെ ഏരിയ എന്താണ്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഒരേ പാദവും സമാന്തര വരകൾക്കിടയിൽ എവിടെ വെർട്ടിസസുകൾ വന്നാലും ശീർഷങ്ങൾ വന്നാലും ആ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവുകൾ തുല്യമായിരിക്കും. നമുക്ക് ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ 29 ആയതുകൊണ്ട് ട്രയാങ്കിൾ BDE-യുടെ ഏരിയയും ഇത് തന്നെയായിരിക്കും, 29 തന്നെയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 29 ആണ്. മൂന്നാമത്തെ ചോദ്യം ചതുർഭുജം ABED-യുടെ ക്വാഡ്രിലേറ്ററൽ ABED-യുടെ ഏരിയ എന്താണ്? 30 + 29 തന്നെ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്ര തന്നെയാണ്? 59 തന്നെയാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ത്രികോണം ABC-യിൽ ABക്ക് സമാന്തരമാണ് PQ. ABക്ക് സമാന്തരമാണ് PQ. ഇതിൽ നിന്ന് നമുക്ക് പരപ്പളവ് തുല്യമായ 3 ജോഡി ത്രികോണങ്ങൾ എഴുതാം. എന്താണ് നമ്മുടെ ചോദ്യം? ഇവിടെ ABക്ക് സമാന്തരമാണ് PQ. നമുക്ക് തുല്യ പരപ്പളവുള്ള 3 ജോഡി ത്രികോണങ്ങൾ ഇതിന്റെ അകത്ത് എഴുതാം. ഒരേ പാദവും സമാന്തര വരകൾക്കിടയിൽ വെർട്ടിസസുകളായിട്ട് വരുന്ന ത്രികോണങ്ങൾക്കെല്ലാം ഒരേ പരപ്പളവാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഇത് ഒരു ജോഡി നമുക്ക് പെട്ടെന്ന് പറയാം. ഏതായിരിക്കും? ത്രികോണം APB-യും പിന്നെ ത്രികോണം AQB-യും തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളായിരിക്കും. AB പാദമായിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമായിരിക്കും. ഇനി അടുത്ത പേര് നമുക്ക് പറയാം PQ ബേസ് ആയിക്കൊണ്ട് PQ-ന് സമാന്തരമായിരിക്കുന്ന വരയാണ് ABI നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ PQ ബേസ് ആയിക്കൊണ്ട് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ PQB-യുടെ അളവും ട്രയാങ്കിൾ PQA-യുടെ അളവും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് തുല്യമായിരിക്കുന്ന അടുത്ത ജോഡി ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ PQB-യും ട്രയാങ്കിൾ PQA. നമ്മളോട് 2 ജോഡി ത്രികോണങ്ങൾ മാത്രമല്ല എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, 3 ജോഡി ത്രികോണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ജോഡി ത്രികോണങ്ങൾ ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഈ ത്രികോണം APB-യുടെ പരപ്പളവും ത്രികോണം AQB-യുടെ പരപ്പളവും തുല്യമാണെന്ന് നമ്മൾ കണ്ടു.
ഇവിടെ ഈ ഒരു ചെറിയ പോർഷന്റെ പരപ്പളവ് എയും ഈ ഒരു ചെറിയ പോർഷന്റെ പരപ്പളവ് ബിയും ഈ ഒരു പോർഷന്റെ അളവ് സിയുമാണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ട്രയാങ്കിൾ എ പി ബി സമം ട്രയാങ്കിൾ എ ക്യു ബിയുടെ പരപ്പളവ്. ട്രയാങ്കിൾ എ പി ബിയുടെ പരപ്പളവ് എന്ത് വരും? എ പ്ലസ് ബി. എ പ്ലസ് ബി is equal to ട്രയാങ്കിൾ എ ക്യു ബിയുടെ പരപ്പളവ്. ട്രയാങ്കിൾ എ ക്യു ബിയുടെ പരപ്പളവ് എന്തായിരിക്കും? ബി പ്ലസ് സി ആയിരിക്കും. രണ്ട് ഭാഗത്തും ബി ഉള്ളത് കൊണ്ട് നമുക്ക് ബി കളയാം. Therefore A equal to C ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പരപ്പളവായി വരുന്ന ട്രയാങ്കിൾ എഒ പിയുടെ അളവും സി പരപ്പളവായി വരുന്ന ട്രയാങ്കിൾ ബിഒ ക്യൂവിന്റെ അളവും തുല്യമാണ്. ഈ ട്രയാങ്കിളിന്റെ അളവും ഈ ട്രയാങ്കിളിന്റെ അളവും തുല്യമാണ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ പെയർ. നമുക്ക് എഴുതാം ട്രയാങ്കിൾ പി ഒ എയുടെ പരപ്പളവ് ഏതിന് തുല്യമാണ്? ട്രയാങ്കിൾ ക്യു ഒ ബിക്ക് തുല്യമാണ്. ഇതാണ് ആ ചോദ്യത്തിലെ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് നമ്മുടെ ചോദ്യം നോക്കാം. ആദ്യം നമുക്ക് കാണേണ്ടത് തന്നിട്ടുള്ള എന്താണ്? ട്രയാങ്കിൾ എ ബി ഡിയുടെ പരപ്പളവ്, ട്രയാങ്കിൾ എ ബി ഡിയുടെ പരപ്പളവ് എയും ട്രയാങ്കിൾ ബി സി ഡിയുടെ പരപ്പളവ് ബി സി ഡിയുടെ പരപ്പളവ് ബിയുമാണ്. ട്രയാങ്കിൾ എ ബി ഡിയുടെ പരപ്പളവ് എയും ട്രയാങ്കിൾ ബി സി ഡിയുടെ പരപ്പളവ് ബിയുമാണ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ആദ്യത്തെ ചോദ്യം ട്രയാങ്കിൾ ബി പി ഡിയുടെ പരപ്പളവ്. ട്രയാങ്കിൾ ബി പി ഡിയുടെ പരപ്പളവ്. ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ബി ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ബി പി ഡിയുടെ പരപ്പളവും എത്ര തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. എന്താ കാരണം? ഇവിടെ ബി ഡി എന്ന പാദവും അതിന് സമാന്തരമായ വരയിലുണ്ടാവുന്ന വെർട്ടിസസുകളാണ് സി പി ഇ ഒക്കെ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും ഈ ത്രികോണത്തിന്റെ പരപ്പളവും തുല്യമായിരുന്നു. ഏരിയകൾക്ക് മാറ്റമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ, നമ്മുടെ ആദ്യത്തെ ചോദ്യം ട്രയാങ്കിൾ ബി പി ഡിയുടെ പരപ്പളവ് എത്രയാണ്? ബി ആണ്. അടുത്ത ചോദ്യം കോർഡിനേറ്ററിൽ എ ബി സി ഡിയുടെ പരപ്പളവ്. ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് എയും ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ബിയും ആയതുകൊണ്ട് കോർഡിനേറ്ററിൽ എ ബി സി ഡിയുടെ പരപ്പളവ് എന്ത് വരും? എ പ്ലസ് ബി ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം കോർഡിനേറ്ററിൽ എ ബി പി ഡിയുടെ പരപ്പളവ്. എ ബി പി ഡിയുടെ പരപ്പളവ് സിമിലർ ആയി തന്നെ മാറ്റമില്ല. അതും ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് എയും ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ബിയും ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എ പ്ലസ് ബി തന്നെയായിരിക്കും. ഇനി അതിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ എ ഇ ഡിയുടെ പരപ്പളവ്. ട്രയാങ്കിൾ എ ഇ ഡിയുടെ പരപ്പളവ്. ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ബി, ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ബി തന്നെ എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് എത്ര തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ എ ഇ ഡിയുടെ പരപ്പളവ് എന്ത് വരും? എ പ്ലസ് ബി തന്നെയായിരിക്കും. ഇതാണ് ഈ ചോദ്യത്തിലെ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. അടുത്ത ഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി അതിന്റെ തുടർച്ചയായി കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കിൾ ഡിവിഷൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ആദ്യ പാഠഭാഗത്തെ പ്രധാന ആശയങ്ങളെല്ലാം നമ്മൾ ഈ ചോദ്യങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക.